നമസ്കാരം. ഞാൻ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് കണ്ടായിരുന്നു, പ്രൊമോ കണ്ടായിരുന്നു. ടിക്കറ്റ് ടു ഫിനാലയുടെ അവസാനത്തെ ടാസ്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു ഈ ടാസ്കിൻ്റെ പേര് ഉല്ലാസ യാത്ര എന്നാണ്. ഒരു കാറിൻ്റെ അകത്ത് എല്ലാവരും കൂടെ ഇരുന്നിട്ടുള്ളതാണ്. ഈ ടാസ്ക് സീസൺ 5 ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ആരാണ് ജയിച്ചതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇതിൻ്റെ അകത്ത് എൻ്റെ ആഗ്രഹം ഈ ടാസ്കിൽ നൂറ ജയിക്കണമെന്നാണ്. കാരണം ഇപ്പോൾ ഈ ടിക്കറ്റ് ഫിനാലയിലെ ടാസ്കിൽ 2-3 ടാസ്ക് നൂറ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടാസ്കും നൂറ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്ത് ടാസ്ക് ചെയ്താലും ഒരാളുടെ വക ഒരു കാര്യം നടക്കും. നെവിൻ്റെ വക പ്രസവ വേദന ടാസ്കിൻ്റെ അകത്തുണ്ട്, ഈ ടാസ്കിനകത്തും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ആദ്യം നെവിനെയാണ് പുറത്താക്കിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ നെവിൻ എത്രയും പെട്ടെന്ന് പുറത്തായി പോകട്ടെ, ടാസ്കിൽ നിന്നൊക്കെ പുറത്താകട്ടെ, വീട്ടിൽ നിന്നും പുറത്താകട്ടെ. പിന്നെ എന്ത് ടാസ്ക് എടുത്താലും ഏത് ടാസ്ക് വന്നാലും ഇതിൻ്റെ അകത്ത് ഉടായ്പ് കാണിക്കുന്ന ഒരാളാണ് ആര്യൻ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ കാറിൻ്റെ അകത്തോട്ട് ഓടിക്കയറണം. അപ്പോൾ ബിഗ് ബോസ് കൗണ്ട് ചെയ്യും, 3, 2, 1 ഗോ എന്ന് പറയും. 3, 2 എന്നായപ്പം ആര്യൻ എടുത്തോടി. അക്ബർ പറഞ്ഞു ബിഗ് ബോസ് സമയമായില്ല എന്ന് പറഞ്ഞപ്പം പയ്യെ നടന്ന് കയറി. എന്തായാലും ആ കാറിൻ്റെ അകത്ത് ആര്യൻ സേഫായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ നൂറയാണ് ഒപ്പം ഇരിക്കുന്നത്. എന്തായാലും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല, നൂറ ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് കാർ ഓടിക്കുന്ന ആൾ അനീഷ് ചേട്ടനാണ്. പുള്ളിയും അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല. ഇതിൻ്റെ അകത്ത് പുറത്താകുന്നവർ ഔട്ടായി ടാസ്ക് ഇത് കാറിൽ നിന്നും പുറത്താവുന്നവർ തോക്കും. എത്രത്തോളം പിടിച്ചു നിൽക്കാവോ അവസാനം വരെ ആര് പിടിച്ചു നിൽക്കുന്നു അവർ ഈ ടാസ്കിൻ്റെ അകത്ത് ജയിക്കും. നല്ല സ്ട്രെയിനുള്ളൊരു ടാസ്ക് ആണെന്ന് തോന്നുന്നു. എന്തായാലും നൂറ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഈ അനീഷേട്ടൻ ജയിച്ചില്ലെങ്കിലും, ടാസ്കിലൊന്നും ജയിച്ചില്ലെങ്കിലും ഫൈനൽ എന്തായാലും എത്തും. അപ്പം എൻ്റെ ആഗ്രഹം ഷാനവാസിക്ക് കപ്പ് കൊണ്ടുപോകണമായിരുന്നു. ഇപ്പം അനീഷിൻ്റെ മൈൻഡ് എന്തോന്ന് ഫ്രീ ആയിരിക്കും. ഈ ഫിനാലയിൽ വരുമ്പം അനീഷിന് എതിരാളികളില്ല. ഷാനവാസിക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ഷാനവാസിക്ക വരുമ്പം എന്തായാലും ഫൈനലിൽ ഉറപ്പായിട്ടും കാണും. ഇപ്പോൾ ഷാനവാസിക്കുള്ള ഇത് ഫാൻസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്, ലവേഴ്സ് നന്നായിട്ട് കൂടിയതുകൊണ്ട് ഉറപ്പായിട്ടും ഫൈനലിൽ വരാൻ സാധ്യതയുണ്ട്. വന്നില്ലെങ്കിൽ അനീഷിൻ്റെ മൈൻഡ് വളരെ ഫ്രീ ആയിരിക്കും. ഉറപ്പായിട്ട് അനീഷ് വിചാരിക്കും അനീഷ് ജയിക്കത്തുള്ളൂ. ഷാനവാസിക്ക ഉണ്ടെങ്കിൽ ഒരു ടെൻഷൻ ആയിരിക്കും, ആരായിരിക്കും ഷാനവാസിക്ക ആയിക്കോളൂ അനീഷായിരിക്കും. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഈ ടാസ്കിൽ ആര് ജയിക്കും, ആരാണ് ബിഗ് ബോസിൻ്റെ കപ്പ് കൊണ്ടുപോകുക എന്നുള്ളൊരു പോളിംഗ് കാണും. അപ്പോൾ അതിൻ്റെ അകത്തൊരു 5 പേര് കാണും. അനീഷ്, ഷാനവാസിക്ക, അനുമോള്, ആദില നൂറ, പിന്നെ സാബുമാൻ. ഇങ്ങനെ ഒരു 5 പേര് നിർത്തും. അതിൻ്റെ അകത്ത് ഷാനവാസിക്കയുടെ ഇപ്പോൾ അനീഷിൻ്റെ കൊടുത്താലും അനീഷിനേക്കാൾ മുമ്പേ നിൽക്കുന്നത് അനുമോളായിരിക്കും. ഒരു 10% മുന്നേ നിൽക്കുന്നത് അനുമോളായിരിക്കും. കാരണം അനുമോളുടെ PR-ൻ്റെയൊക്കെ ആയിരിക്കാം. പക്ഷേ എന്തായാലും ബിഗ് ബോസ് ഒരിക്കലും അനുമോളെ വിന്നറാക്കത്തില്ല. കാരണം അനുമോൾക്ക് PR ഉണ്ട് എന്ന് ബിഗ് ബോസിനൊക്കെ അറിയാം. അതുകൊണ്ട് ഒരിക്കലും അനുമോളെ ആക്കത്തില്ല. ഒന്നെങ്കിൽ അനീഷിനാക്കും, അല്ലെങ്കിൽ ഷാനവാസ്, അതും അല്ലെങ്കിൽ ഈ നൂറയാക്കും. ഈ നൂറ ആദില ഉണ്ട്, ഇവർ ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കോളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദില ജയിച്ചു കഴിഞ്ഞാലും നൂറ ജയിച്ചു കഴിഞ്ഞാലും ഇവർക്ക് 2 പേർക്കും കോളാണ്. കാശ് പുറത്തു പോകത്തില്ല. ഇവർക്ക് 2 പേർക്കും തന്നെ അതിൻ്റെ ക്യാഷ് പ്രൈസും ട്രോഫി ഇവർക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇവർക്ക് നഷ്ടമില്ല ഈ ഒരു ബിസിനസ്സിൽ. അപ്പോൾ എൻ്റെ ആഗ്രഹം ഷാനവാസിക്ക കപ്പ് കൊണ്ടുപോകണം. പിന്നെ ഈ ടിക്കറ്റ് ടു ഫിനാലയുടെ അവസാനത്തെ ടാസ്കിൽ നൂറ ജയിക്കണം. കഴിഞ്ഞ ടാസ്ക് ഉണ്ടായിരുന്നു ബാലൻസ്, ഈ കുറച്ച് കട്ടകൾ ഇങ്ങനെ വെച്ച് ബാലൻസ്
ചെയ്ത് അപ്പുറത്തെ ബാസ്ക്കറ്റിലിടുന്ന ടാസ്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നൂറയാണ് ജയിച്ചത്. ഏകദേശം 1 മിനിറ്റത്തോളം ടൈം എടുത്ത് ആണ് ടാസ്ക് ജയിച്ചത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ്. ആ ടാസ്കിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ ആര്യൻ ഉടായ്പ് കാണിച്ച് ബിഗ് ബോസ് വീണ്ടും ജയിപ്പിച്ച്. പക്ഷേ ഇവർ എന്ത് പറഞ്ഞാലും ആര്യന് ന്യായം ഒരുപാടുണ്ട്. അതാണ് ആര്യൻ്റെ പ്രശ്നം. ആര്യനെ ഹെയ്റ്റ് ചെയ്യാൻ ആദ്യമൊക്കെ വന്നപ്പോൾ എല്ലാവരും വിചാരിച്ച് ആര്യന് ഭയങ്കര ഫാൻസ് ഉണ്ടാകും, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഫാൻസ് ഉണ്ടാകുന്ന ആര്യൻ സേഫായി. പോകുന്നതനുസരിച്ച് ആര്യൻ വെറുപ്പിച്ചുകൊണ്ട് വരിക. അപ്പോൾ ആര്യൻ എന്ത് കാണിച്ചാൽ ഈ ടാസ്കിൻ്റെ അകത്തും നല്ല ഉടായ്പ് കാണിക്കും. ഓപ്പോസിറ്റ് നൂറയും അനീഷനും പിന്നെ തൊട്ട് പുറയിൽ നന്നായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ അനിമോളുണ്ട്. ഇവരെ ആരും വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ ഫസ്റ്റ് അതിൽ നിന്ന് പുറത്താകുന്നത് നെവിനാണ്. നെവിൻ പ്രസവവേദന എടുത്താണ് പുറത്തു പോകുന്നത്. അപ്പോൾ ഈ ടാസ്കിൽ നൂറ ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹം ആരാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക.